ഒരു ക്ലീനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടിട്ട് ഇതിന് എപ്പോ തീരുന്നൊരു ഐഡിയ ഇല്ല. മൊത്തം ആക്കി എടുത്ത് കൊണ്ടുവരാനുണ്ട്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ ചെയ്യാറുന്നുള്ളത്. അവിടെ ആ രീതിയിലാക്കി വെക്കും. പിന്നെ അതേപോലെ ഈ നാറാണത്ത് ഭ്രാന്തന്റെ ഒരു അവസ്ഥയാണ് ശരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ. പിന്നെ അതേ കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തിരിച്ചാ കല്ല് അവിടെ കൊണ്ടുവന്ന് താഴോട്ടിടും. പിന്നെയും വീണ്ടും ആ കല്ല് അതിന്റെ മെയിൻ ഉത്തരവാദികൾ ആരാണ്? ഇവർ രണ്ടുപേരും എന്ന് പറയും. പിന്നെ ഇങ്ങനത്തെ ഷെൽഫ് ആയതുകൊണ്ട് ശരിക്കും ആ ഒരു നമ്മൾ ഓർഗനൈസേഴ്സ് വാങ്ങിച്ചാൽ അതാണ് കേട്ടോ ഭയങ്കര സുഖം. ഞാൻ വിചാരിക്കുന്നുണ്ട് അതൊന്ന് വാങ്ങണം എന്നുള്ളത്. നമുക്ക് ഒരു അൽമിറ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഷെൽഫാണ്. ഈ ഷെൽഫിലേക്കുള്ള വീടുകളാകുമ്പോൾ ഇങ്ങനെ തന്നെ ഷെൽഫ് ഉണ്ടാവും. ചില വർക്കൊന്നും തീരാതെ ഇങ്ങനെ ഒരു ഷെൽഫ് വെക്കും. പിന്നെ ഇതിന് നമ്മൾ കർട്ടൺ യൂസ് ചെയ്യേ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ അത് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ ചെയ്യണത്. അപ്പം കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ റൂം മാറിയപ്പോ അങ്ങനെ പെട്ടിയിലാക്കി അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളും ഉണ്ട്. കുറെ ആയി റൂം മാറിയിട്ട്, പക്ഷെ എന്നാലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു അതുകൊണ്ട് ഇങ്ങനെ കുറെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്യണം. മൊത്തം ഇതൊന്ന് ഫില്ല് ചെയ്തൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം, പിന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഇനി നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. നിങ്ങളിത് കണ്ടിട്ട് ഈ പെണ്ണെന്താ ഇങ്ങനെ വൃത്തിയില്ലാത്തതെന്ന് വിചാരിക്കണ്ട കേട്ടോ. എനിക്കൊരു പ്രശ്നമുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വൃത്തിയാക്കും. ഒരു പൊടി പോലും ഇല്ലാതെ വൃത്തിയാക്കും. പക്ഷെ എൻ്റെ ഒരു വലിയ ഫെയിലിയർ എന്താന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. അത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ വൃത്തിയാക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതും കൂടെ പഠിച്ചാലേ കറക്റ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അവസ്ഥയാവും ലൈഫിൽ. നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്ത് പോകണം. ഇപ്പൊ ഞാനൊരു അതിലൊരു ഫെയിലിയർ ആയതുകൊണ്ട് മാക്സിമം ആമുനെയും ഷാരൂനെയും അത് ഓക്കെ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു കാര്യം വൃത്തിയിൽ ചെയ്യുന്നതിലല്ല എന്ന് പറഞ്ഞാൽ വൃത്തിയിൽ ചെയ്യുന്നതിലും കാര്യമുണ്ട്. പക്ഷെ അതിലേറെ കാര്യം ആ ഒരു കണ്ടിന്യൂസ് നമ്മൾ ആ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതിലാണ്. അല്ലാതെ നമ്മളിപ്പം ദിവസം നന്നായിട്ട് വൃത്തിയാക്കുന്നു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും അത് അതേപോലെ തന്നെ ആവുന്നു, വീണ്ടും വൃത്തിയാക്കുന്നു, അതിലല്ലോ കാര്യം വന്നിട്ട്. ഇവിടുത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മെയിൻ കാരണം ഈ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴുവാണ് കേട്ടോ. ഇതിന്റെ ടൈയും ബെൽറ്റും ഒക്കെയാണ് ഇവിടെ കാണാതിരിക്കാറ് സാധാരണയായിട്ട്. ഇപ്പം ഞാൻ ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ സ്പേസ് ആണ്. ആരുടെ സ്പേസ് ആണോ കേടാവുന്നത് അവരുടെ സ്പേസ് അവരവർ തന്നെ കേടാവുന്ന സമയം നന്നാക്കുക. മാക്സിമം ആദ്യം കേടാവണത് എന്റെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കേടാവണമെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ചെറുതിന്റെ ആയിരിക്കും ആദ്യം കേടാവുക. ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അഗ്രസീവ്നെസ് ഉള്ള ഒരാളാണ്. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞു നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറെ നേരം അങ്ങോട്ട് ഇരിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും, ഇത് എവിടെ പോയി എങ്ങനെയായി എന്നുള്ളത്. പിന്നെയും തെരയാൻ തുടങ്ങും. ഈ തെരച്ചില് പിന്നെ ദേഷ്യം വരും. പൊതുവെ എന്റെയൊക്കെ സ്വഭാവം എവിടേക്കും ഉണ്ട് എന്താണെങ്കിലും, കാരണം ജീനല്ലേ ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടാവും ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത് അല്ലെ എന്റെ കൂടെ ഇരുന്നിട്ട്. ഞാൻ മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുവേ നമ്മൾ കുട്ടികളെ അയ്യോ കുഞ്ഞി കുട്ടികളല്ലേ എന്തിനാ ചെയ്യിപ്പിക്കണേ, എന്തിനാണ് അങ്ങനെ, പാവം കളിക്കാൻ പോയിക്കോട്ടെ. അല്ലെങ്കിൽ ചില അമ്മമാർ വിചാരിക്കും ഓ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദനയാവും, മക്കൾ പോയി കളിച്ചോ, അമ്മ ചെയ്തോട്ടെ, അമ്മ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ എന്ന് പറയാ ചെയ്യുക സാധാരണ. ഏതെങ്കിലും ഒരു തരത്തിലാണ് നിങ്ങൾ ചിന്തിക്കുക അല്ലെ. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുക. ഇപ്പോൾ ഈവൻ കുക്കിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ ഉള്ളി എടുത്ത് കൊടുക്കും, അവരുടെ അരിയ അല്ലെ പൊളിക്കാൻ പറയും, ഞാൻ അരിയും, അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആമു ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടെന്ന് പറയണം. മോസ്റ്റ്ലി ആമു ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഞാനൊന്ന് പനിച്ചു കിടന്നാലും അല്ലെങ്കിൽ ഞാനൊന്ന് വയ്യാന്ന് പറഞ്ഞാലും ആമു കാര്യങ്ങൾ നോക്കിക്കോളും. ചോറിന് വെള്ളം വെച്ച് അരിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ അവൾ ചെയ്യില്ല. കാരണം ഞാൻ ഊറ്റാനും എടുത്തു വെക്കാനൊക്കെ ഞാൻ തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പം ഒരു എന്താ പറയാ ഒരു താങ്ങായിട്ട് കുട്ടികളെ കൊണ്ടുവരിക. പാരന്റിങ്ങിനെ പേടിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും. ആ ഒരു 1-2 വർഷമേ നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ അമ്മയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ രണ്ടുപേരുടെ കേസിലും ഞാൻ അലക്കി വലിയ വലിയ സാധനങ്ങൾ ഞാൻ ആറിയിടും, ചെറിയ കുഞ്ഞു ജഡ്ഡികൾ അവളെ കൊണ്ട് ആറിയിടിപ്പിക്കും. അങ്ങനെയാണ് ഒരു 1-2 വയസ്സ് മുതൽ തന്നെ ആളത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ആറിയിടും, ചെറുത് അവളുടെ ഭാഗമാണ്, ചെറിയൊരു അയൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അതിൽ അവൾ ആറിയിടും. അതുപോലെയാണ് ഇപ്പൊ ചാരു. വലിയ ഒരു മീഡിയം സാധനങ്ങളൊക്കെ വലുത് ഞാൻ ആറിയിടും, ബാക്കിയുള്ളത് ആമു ചെയ്യും. അത് കഴിഞ്ഞാൽ കുഞ്ഞത് ചാരുവിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ
3 സെഗ്രിഗേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. കുട്ടികൾ അങ്ങനെ വളരണം, എന്നാലാണ് അവർ മാക്സിമം ഇൻഡിപെൻഡന്റ് ആവുന്നത്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവർ ഭയങ്കര വൃത്തിയിൽ നീറ്റായിട്ടൊന്നല്ല ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫ്ലോപ്സ് ഒക്കെ ഉണ്ടാവും. ഭയങ്കര വൃത്തിയൊന്നും ആവുന്നുണ്ടാവില്ല. പിന്നെ 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 അവർ പഠിച്ചോളും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവർ തന്നെ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ കുട്ടിക്ക് ഒന്നും അറിയില്ല, അയ്യോ ചെറുതാണ്, നമ്മളെ അങ്ങനെ ചെയ്യിക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നതാണ് അത് കേട്ടോ. എനിക്ക് എന്റെ അമ്മ എല്ലാം ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്റെ കല്യാണം വരെ ഞാൻ വിചാരിച്ചത് ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്നാണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണെന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചത്. There's an American proverb, prepare the child for the road, not the road for the child. കറക്റ്റ് അല്ലേ? ഇത് ഇതുവരെ തുടങ്ങി വെക്കാത്ത ആളുകൾ ഇനി മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.